ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എയറോബിക്സിന്റെ 4 ബേസിക് സ്റ്റെപ്പുകൾ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ടച്ച് ആണ്. സ്റ്റെപ്പ് ടച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കാല് ഇപ്പോൾ ലെഫ്റ്റ് ലെഗ് ആണ് ആദ്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ലെഗിന്റെ ബാക്കിലേക്ക് വെക്കണം. ദെൻ ബാക്ക് ടു പൊസിഷൻ, ദെൻ 1 2 3 4. അതുപോലെ തന്നെ കൈയിന് ഹാൻഡ് മൂവ്മെന്റ്സ് ചെയ്യാം. 1 2 3 4. ഇതന്നെ ഈ സ്റ്റെപ്പ് ടച്ച് യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് വെറൈറ്റി സ്റ്റെപ്പുകൾ ചെയ്യാം. ചെസ്റ്റ് പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ ഷോൾഡർ പ്രസ് ചെയ്യാം, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, സൈഡ് വേർഡ് ചെയ്യാം, ലാറ്റർ റൈസ് ചെയ്യാം. അപ്പോൾ ഈ 3-4 വെറൈറ്റികൾ നമുക്ക് സ്റ്റെപ്പ് ടച്ചിൽ തന്നെ ഓരോരോ 4 കൗണ്ട്സിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. 1 2 3 4. Then chest press. 1 2 3 4. Shoulder press. 1 2 3 4. Side wheel. 1 2 3 4. And lat raise. 1 2 3 4. ഈ എക്സസൈസാണ് സ്റ്റെപ്പ് ടച്ച് എന്ന് പറയും. രണ്ടാമതായി നമുക്ക് മാർച്ചിങ് ചെയ്യാം. അപ്പോൾ മാർച്ചിങ്ങിൽ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ സ്റ്റാൻഡിങ് മാർച്ചിങ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്റൻസിറ്റി കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ലെഗ് ഹൈനി പോലെ കുറച്ചും കൂടി റേസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർച്ചിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ട് ആൻഡ് ബാക്ക് ചെയ്യാം. 1 3 4 3 4 ഈ മൂവ്മെന്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഷോൾഡർ പ്രസ് ചെയ്യാം, ഫ്രണ്ട് ക്ലോസ് ചെയ്യാം. 1 2 3 4. ബൈസെപ്സ് ചെയ്യാം. 2 3 4. Get them up. 2 3 4. Get them bend here. 1 2 3 4. അതിന് നമ്മൾ സ്റ്റാൻഡിങ് മാർച്ചിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് സ്റ്റെപ്സ് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അടുത്ത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് സൈഡ് ടച്ച്. സൈഡ് ടച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നിന്നോർത്ത് നിന്നിട്ട് തന്നെ 1 2 1 2 1 2. ഓക്കെ, ഇത് വിത്ത് ഹാൻഡ്സ് നമുക്ക് സ്റ്റഡി. 1 2 3 4. Then side roll. 1 2 3 4. Okay, then front. 1 2 3 4. Close. 1 2 3 4. One hand. 1 2 3 4. ഇതുപോലെ നമുക്ക് ഹാൻഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സൈഡ് ടച്ചിൽ ഒരുപാട് വെറൈറ്റികൾ നമുക്ക് എന്ത് ചെയ്യാം, വിത്ത് മ്യൂസിക് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബേസിക് എയറോബിക്സിലെ അവസാന സ്റ്റെപ്പാണ്, 4th സ്റ്റെപ്പാണ് 2 സ്റ്റെപ്പ് പറയും. 2 സ്റ്റെപ്പ് പറയുമ്പോൾ 2 സ്റ്റെപ്പ് നമ്മൾ സൈഡിലേക്ക് വയ്ക്കുകയാണ്. 1 2. ഓക്കെ, 1 2. ഇതിന്റെ കൗണ്ട് നമുക്ക് 4 കൗണ്ട് ആയിട്ട് ചെയ്യാം. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. ഇതന്നെ നമുക്ക് വിത്ത് ഹാൻഡ്സ് സപ്പോർട്ട് ചെയ്ത് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ചെസ്റ്റ് പ്രസ് ചെയ്യാം. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. Then നമുക്ക് ഷോൾഡർ പ്രസ് ചെയ്യാം. 1 2 3 4. 1 2 3 4. 1 2
3 4 1 2 3 4. അത് കഴിഞ്ഞാൽ നമുക്ക് സൈഡ് വേർഡ് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ദെൻ നമുക്ക് ഫ്രണ്ട് വേർഡ് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇപ്പൊ നമ്മൾ ചെയ്തത് സൈഡ് വേർഡ് ടച്ചിന്റെ ബേസിക് ആണ്. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് എങ്ങനെ ചെയ്യാം? 1 2, അതായത് നെക്സ്റ്റ് ലെഗ്, ഈ ലെഗിനൊപ്പമാണ് നമ്മൾ നേരത്തെ വെച്ചിരുന്നത്, നമ്മൾ ബാക്കിൽ വെക്കും. 3 4. ഈ 4 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാലില് നമ്മൾ ലാൻഡ് ചെയ്യുന്നില്ല, ഈ കാലിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് നമ്മൾ തിരിച്ചെടുക്കണം. 1 2 3 4. ശ്രദ്ധിക്കുക, ടച്ച് ചെയ്തിട്ടുള്ളൂ. അഗെയിൻ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇനി നമുക്ക് നേരത്തെ ചെയ്ത മൂവ്മെന്റുകളൊക്കെ എന്ത് ചെയ്യാം? ഇതിൽ ചെയ്യാം. ഫസ്റ്റ് ചെസ്റ്റ് പ്രസ്. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. Then side load. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. Then front. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ചെയ്തതാണ് ബേസിക് ആയിട്ടുള്ള എയറോബിക്സിന്റെ 4 സ്റ്റെപ്പുകൾ.